സത്യത്തിൽ ഇതിൻ്റെ ഒറിജിനൽ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിയണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പൈപ്പിലെ വെള്ളം, ഓക്കെ, അതേപോലെ തന്നെ ഇത് ഫിൽറ്ററിലെ വെള്ളം, ഇത് രണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ കുടിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. നമ്മളെ പൈപ്പിലെ വെള്ളം, കിണറ്റിലെ വെള്ളം, നമ്മളൊക്കെ കുടിക്കുന്ന വെള്ളം സേഫാണോ എന്ന്, എന്താ പറയുക, നല്ലതാണോ, അതിൽ ആസിഡ് കാര്യങ്ങൾ ബാക്ടീരിയ ഒക്കെ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം നമ്മളുടെ അസുഖങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിളിച്ചു വരുത്താണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ചാകരയാണ്, എല്ലായിടത്തും മഞ്ഞപ്പിത്താണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളെ കിണറ്റിലെ വെള്ളം നമ്മൾ കുടിക്കുന്നത് കൊണ്ടാണ്. പണ്ട് നമ്മളെ അപ്പൂപ്പന്മാരും വല്യപ്പന്മാരും വല്യപ്പന്മാർ 100 വയസ്സ് 120 വയസ്സൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ള ചോദ്യം ഇവിടെ വരും. ആരൊക്കെ കിണറ്റിലെ വെള്ളമല്ലേ കുടിച്ചിരുന്നു എന്നുള്ള ചോദ്യം വരും. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ പിന്നെ കുറേ അപ്പുറത്താണ് ഒരു വീടുണ്ടാവുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ചുറ്റോടിട്ടും ഒരു 10 സെൻറ്റിൽ ചിലപ്പം 4 വീടാണ്, ചുറ്റോടിട്ടും വീടാണ്. ഈ വീട്ടിലൊക്കെ കിണറുണ്ട്, ഈ വീട്ടിലൊക്കെ ബാത്റൂമിൻ്റെ സെപ്റ്റിക് ടാങ്കും ഉണ്ട്. ഈ വെള്ളം ബാത്റൂമും കിണറൊക്കെ മിക്സ് ആയിട്ടൊക്കെ എടുക്കുന്നത്. പിന്നെ എങ്ങനെ മഞ്ഞപ്പിത്തം ഇല്ലാതെ നിൽക്കുക? നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ അസുഖം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വേറെ വഴിയില്ല, അതും ഓക്കെ. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളമാണെന്ന് ഉറപ്പ് വരുത്തൽ നമ്മളെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ആ ക്യാഷ് മുഴുവൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി എടുക്കാനും ക്യാഷ് കുറേ ചിലവാക്കാനും നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഏതിന് പഠിച്ചോനെ, ഇതാന്ന് തോന്നുന്നു. ഇത് പൈപ്പിലെ വെള്ളം, ഇത് എന്താണ് ഫിൽറ്ററിലെ വെള്ളം. നമ്മളെ പൈപ്പിലെ വെള്ളം ഫിൽറ്ററിലെ വെള്ളം രണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. രണ്ടും ഒരേ ക്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ശരിക്കും ഒറിജിനൽ pH ടെസ്റ്ററാണ്. അതായത് ഇതിലിപ്പോൾ റെഡൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. കിണറ്റിലെ വെള്ളം അതായത് അതേപോലെ ഈ മഞ്ഞ, ഇളം മഞ്ഞ, അങ്ങനെ അതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ സീനില്ല. അതേപോലെ പിന്നെ ഈ പച്ച കളറിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറലാണ്, അതും കുഴപ്പമില്ല. ഇനി നീല കളറിലേക്ക് വരികയാണെങ്കിൽ അതായത് പക്ക നല്ല വെള്ളം, ഒരു പ്രശ്നമില്ലാത്ത വെള്ളമാണ്. അപ്പം ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കിണറ്റിലെ വെള്ളം, ഇത് ഫിൽറ്ററിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള വെള്ളം. അപ്പം ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളെ വീട്ടിലൊന്നും വലിയ സീൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ തൊട്ടടുത്ത് വേറെ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ കിണറോ ഇല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുകളിലൊക്കെ വീടുകളുണ്ട്. ഈ മഴക്കാലത്ത് അവിടെ നിന്നൊക്കെ വെള്ളം വന്ന് ഞങ്ങൾ താഴത്താണ്, മുകളിൽ കുറേ വീടുകളുണ്ട്. അപ്പോൾ ആ വരുന്ന വെള്ളമൊക്കെ നമ്മൾ കിണറിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കിണറ്റിലെ വെള്ളത്തിനും പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു 5 ഡ്രോപ്സ് നമ്മൾ രണ്ടിലും ഇറ്റിച്ച് നോക്കട്ടെ. നമ്മൾ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ഇട്ടാ. ഓക്കെ, 1 2 3 4 5 1 2 3 4 5. സത്യത്തിൽ ഇതിൻ്റെ ഒറിജിനൽ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിയണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ 5 ഡ്രോപ്പ് എടുത്തത് ആക്ച്വലി കുറച്ച് കൂടുതൽ വെള്ളമുണ്ട്. ഇത്ര വെള്ളം എടുക്കാൻ പാടില്ല. ഇത്ര വെള്ളം എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡ്രോപ്പ് അതിലേ എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചേഞ്ചുകൾ വരുന്നത് കണ്ടങ്ങൾ. ഇത് കിണറ്റിലെ വെള്ളം, ഇത് നമ്മളെ ഫിൽറ്ററിലെ വെള്ളം, ഓൾ ക്ലീൻ ആയിട്ടുള്ള വെള്ളം, കണ്ണും പൂട്ടി കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഈ വെള്ളം. ഈ വെള്ളം നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്ററിന് എടുത്തിട്ടുള്ള വെള്ളമാണ്. ഇത് നമ്മളെ കിണറ്റിലെ വെള്ളമാണ്. രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടില്ല. അപ്പം നമ്മൾ കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, അത്രക്ക് ഡേഞ്ചർ അല്ല ഞങ്ങളെ കിണറ്റിലെ വെള്ളം. നിങ്ങളെ കിണറ്റിലെ വെള്ളം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് pH ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. അതായത് ഫിൽറ്റർ വെച്ചിട്ടുള്ള വെള്ളവും pH നോക്കുമ്പോൾ നമുക്ക് ഈ അസുഖങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ മഞ്ഞപ്പിത്തമൊക്കെ പകരുന്ന ഇപ്പോൾ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ടാണ്, ഡയറക്റ്റ് വെള്ളം കുടിച്ചിട്ടാണ്. അതിനുള്ള കാരണം ഈ സെപ്റ്റിക് ടാങ്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ക്യാഷ് വേണ്ട, നമുക്ക് വീട്ടിൽ നമ്മളെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഫിൽറ്റർ വാങ്ങി വെച്ചാൽ അത്രയും നല്ലത്. വാങ്ങി വെക്കാൻ അത്രയും ക്യാഷ് വേണ്ട. അപ്പം നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലൊരു ഫിൽറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ ക്യാഷൊന്നുമില്ല. നിങ്ങൾ എവിടെ നിന്നാ വെച്ചാൽ വാങ്ങിക്കോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടുന്ന് വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ കുടിക്കുന്ന വെള്ളം പക്ക സേഫാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിന് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കിണറ്റിലെ വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിനോട് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം കാരണം ഈ പറഞ്ഞത് പഴയ പോലെ അല്ല. ഇപ്പോൾ ചുറ്റോടിയിട്ടും വീടുകളാണ്, എല്ലാ വീട്ടിലും കിണറുണ്ട്, എല്ലാ വീട്ടിലും സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തല്ല നമ്മളെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഴക്കാലത്ത് വെള്ളം ഭൂമിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പായാണ്.
അതൊക്കെ വന്ന് കയറുന്നത് നമ്മളെ കിണറ്റിലൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ നിങ്ങൾ, കിണറ്റിലെ വെള്ളത്തിൻ്റെയും മറ്റേ ഇതിലെ വെള്ളത്തിൻ്റെയും. അപ്പോൾ ഒരു ഫിൽറ്റർ നിങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചോളി. ഞാൻ ഇൻസ്റ്റാൾമെൻറ്റിനെ വാങ്ങിയത്, ഞാൻ വാങ്ങിയ ടീമിൻ്റെ നമ്പർ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. എനിക്കവർ നമ്മളെ വീട്ടിൽ സാധനം കൊണ്ട് തന്ന് ഫിറ്റ് ചെയ്ത് പോയി 1 ഇയർ വാറണ്ടി 2 ഇയർ സർവീസ് വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 15,500 ആ ഫിൽറ്ററിന് വില വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് എവിടുന്ന് വെച്ചാൽ വാങ്ങിക്കോളി, ഒരു പ്രശ്നമില്ല. ഞാൻ 1550 രൂപ ഇൻസ്റ്റാൾമെൻറ്റാണ് ഞാൻ വാങ്ങിയ സാധനത്തിനുള്ളത് കേട്ടോ. ഇൻസ്റ്റാൾമെൻറ്റ് ഓരോ മാസം 1550 രൂപ കൊടുത്താൽ മതി. ഇത് നഷ്ടമാവില്ല. കാരണം ഈ വെള്ളം നമ്മൾ അസുഖം നമ്മൾ വിളിച്ചു വരുത്താതെ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ക്യാഷിൻ്റെ അത്രയും വരൂല ഈ ക്യാഷ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തു നിന്ന് വാങ്ങിക്കോളി. ഈ മഞ്ഞപ്പിത്ത് പടർന്ന് പന്തളിക്കുന്ന ഈ സമയത്ത് നല്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫിൽറ്റർ വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ടാറ്റ, ബൈ.